വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു സ്ലൈഡർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഫില്ലിങ് തയ്യാറാക്കാം. ആദ്യം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഗാർലിക് ഒന്ന് സോട്ട് ചെയ്ത് അതിനുശേഷം കുറച്ച് ചിക്കൻ പീസസ് ഇട്ടിട്ടൊന്ന് നമ്മൾ നല്ലപോലെ വൈറ്റ് കളറാകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി പൊടിച്ചെടുത്തതാണ്, മുളക് ക്രഷാക്കി എടുത്തത്, അതുകൂടി ചേർത്ത് ഒന്ന് വഴറ്റി അതിനുശേഷം കുറച്ച് സോയ സോസും 2 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് പിന്നെ ഹോട്ട് സോസ് കയ്യിലുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കോ അതുപോലെ ഒരു മീഡിയം സൈസ് ഉള്ളിയും കൂടെ നീളത്തിലായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഈ ക്യാപ്സിക്കോ ഉള്ളിയൊന്നും ഇതിൽ കൂടുതലായിട്ട് വാടി പോകാൻ പാടില്ല, വെന്ത് പോകാൻ പാടില്ല. ഇങ്ങനെ ഒരു പാകത്തിന് കിട്ടണം, ഒരു കടിക്കാനുള്ള പാകത്തിന് കിട്ടണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളൊരു ഡോ ഇവിടെ കുഴച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസാക്കി ഇത് എല്ലാം കൂടി ഒന്ന് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20-25 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് പിന്നെ വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്ലൈഡറിൻ്റെ ഒരു റെസിപ്പി കേട്ടോ ഇത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങും കുറച്ച് ലെറ്റ്യൂസും ചീസൊക്കെ വെച്ച് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം. അതിന് മുൻപേ നമുക്കൊരു സോസ് തയ്യാറാക്കാം. കുറച്ച് ഞാൻ റെഡിമെയ്ഡ് മയോണീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കെച്ചപ്പ് കൂടെ ചേർത്ത് മിക്സാക്കി സോസായി ഇതിലേക്ക് ബേസായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് പകുതി ആ ട്രേയിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിന് മുകൾ ഭാഗം ഇതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനുള്ളിലേക്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ലെറ്റ്യൂസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുക. സ്ലൈസ് ചീസ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് കവറാക്കിയ ശേഷം അതിൻ്റെ മേലെ മൊസറല്ല ചീസ് കൂടെ ചേർത്തിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇത് 5 മിനിറ്റ് ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആ ചീസ് മെൽറ്റാകുന്നത് വരെ ഒന്ന് ബേക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ ആയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും കുറച്ച് നമ്മുടെ മല്ലിച്ചപ്പ് കൂടെ നന്നായി ചെറുതായി കട്ടാക്കിയിട്ട് മെൽറ്റാക്കി ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് ഒന്ന് ഹാർഡായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു 5 മിനിറ്റ് മെല്ലെ ഒരു ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ.